إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖ്ലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അത്തരം റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഏറെയുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും പ്രിയപ്പെട്ട പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതും ജംഹൂറുകൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടതും വഫാത്തായതും റബീഉൽ അവ്വലിലാണ് എന്ന് രേഖപ്പെടുത്തുന്നു. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു പ്രവാചകന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ജനന മരണങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ഥാനവും പ്രത്യേകതയും ഇല്ല. ഏതെങ്കിലും പ്രവാചകന്മാരുടെ എന്നല്ല, ആരുടെയെങ്കിലും, നമ്മുടെ മക്കളുടേതാകട്ടെ മാതാപിതാക്കളുടേതാകട്ടെ, ആരുടെ ജനനവും ആഘോഷിക്കുവാനോ
ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ 3 ദിവസത്തിനേക്കാൾ ദുഃഖം ആചരിക്കുവാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അവരുടെ ദഅവത്ത്, അവർ ജനിച്ച നാടുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എല്ലാം വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും ഒരു പ്രവാചകന്റെയും ജനന മരണ ആഘോഷ ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭിന്നതകൾ ഏറെയുണ്ട് പല വിഷയത്തിലും ഉണ്ടായതുപോലെ ഈ വിഷയത്തിൽ. എന്നാൽ പണ്ഡിതന്മാരുടെ ഇടയിലെ ചർച്ചകളിൽ പ്രധാനമായ 2 വിഷയങ്ങളെ മാറ്റിവെച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉള്ളതും ഇല്ലാത്തതുമായ ചരിത്രങ്ങളും അയവിറക്കുകയും ചെയ്യുന്ന ഒരു സമയം. നൂറ്റാണ്ട് 14കൾക്കപ്പുറം റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഏറെ ഓർക്കുകയും അവരുടെ മനസ്സുകളിലേക്ക് തികട്ടി വരികയും ചെയ്തത് അന്ത്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യനിമിഷങ്ങളായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മർത്തബ മാത്രം ഓർക്കപ്പെടുന്ന ആളുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ചയുമൊക്കെ അറബിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുതുബകളിൽ പോലും വിഷയം വഫാത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഈ സമയം മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിക്കുന്ന 99% പള്ളികളിലെയും വിഷയം വഫാത്ത് നബിയാണ്. അതുകൊണ്ടും തീർന്നില്ല, അടുത്ത മാസവും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ചയും അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിലുമൊക്കെ റബീഉൽ അവ്വൽ മാസത്തിലെ ഈ അറബിയ ഖുതുബകളിൽ നിരവധി തവണ ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിന്റെ എല്ലാം നാം ഇഷ്ടപ്പെടുന്നവരെക്കാളും ഇഷ്ടപ്പെടേണ്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ പ്രിയപ്പെട്ട പ്രവാചകനെ മറന്നുകൊണ്ടുള്ള ഒരു നിമിഷ നേരവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഓരോ ചലനത്തിലും ഓരോ വാക്കുകളിലും എനിക്കും നിങ്ങൾക്കും ഒക്കെ ധാരാളം പാഠങ്ങളുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിലും വഫാത്തിലും അവിടെ അന്ത്യനിമിഷങ്ങളിൽ നൽകിയ വസിയ്യത്തുകളിലുമൊക്കെ നമുക്കൊക്കെ ധാരാളം പാഠങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായ പാഠം, അല്ലാഹുവിന്റെ റസൂലാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, സ്വർഗത്തിന്റെ കവാടം ചെന്നുകൊണ്ട് ആദ്യം മുട്ടാൻ അധികാരം നൽകിയ, ലോകത്ത് നാളെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ വസീല ഫദീല എന്ന ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ദുനിയാവ് വേണോ ആഖിറം വേണോ 2 ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം, ഒരു സന്ദർഭം ലോകത്താർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമാണ്. വലൗ കാന ഫിദ്ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. മരിക്കാതെ ആരെങ്കിലും ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മാത്രമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മരണപ്പെടുന്നതിന്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട പ്രവാചകൻ തന്റെ അനുയായികൾക്ക് തന്റെ മരണത്തിന്റെ സൂചനകൾ നൽകിയത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെടുന്ന ആ അവസാനത്തെ റമളാനിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള എല്ലാ റമളാനുകളിലും അല്ലാഹുവിന്റെ റസൂൽ 10 ദിവസത്തിനേക്കാൾ കൂടുതൽ ഇഅ്തികാഫ് ഇരുന്നിട്ടില്ല പള്ളിയിൽ. എല്ലാ റമളാനിലും 10 ദിവസം മാത്രം. പക്ഷേ വഫാത്താകുന്നതിന്റെ ഹിജ്റ 10-ാം വർഷം റമളാനിൽ അല്ലാഹുവിന്റെ റസൂൽ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നത്
പ്രിയപ്പെട്ട പ്രവാചകന്റെ വഫാത്തിന്റെ സൂചനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഅ് ഹിജ്റ 10-ാം വർഷമായിരുന്നു. ആ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായ ചില സൂചനകൾ, മരണ സൂചനകൾ നൽകിയതായി ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ട പ്രവാചകൻ അറഫ പ്രസംഗത്തിൽ നൽകിയ ഒരു വാക്ക്, അയ്യുഹന്നാസ്, എന്റെ ജനങ്ങളെ, ഇന്നി വല്ലാഹി, തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ, ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം ഈ സ്ഥലത്തിൽ നിന്ന് ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുകയില്ല എന്ന്, കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ അറഫ പ്രസംഗത്തിൽ നടത്തിയ ഖുതുബയും, അങ്ങനെ ജംറയ്ക്ക് കല്ലെറിയുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദൂ മനാസികകും, ഹജ്ജ് എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിക്കണം. ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് അത് കണ്ടുപഠിക്കണം. കാരണം ഫഇന്നീ ലാ അദ്രി, എനിക്കറിയില്ല, ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഒരു ഹജ്ജ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെയെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സൂചന മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നൽകിയിരുന്നു. ഹിജ്റ 11-ാം വർഷം 10-ാം വർഷം ദുൽഹജ്ജ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂല് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും സൂചനകളും സ്വഹാബികൾക്ക് നൽകിയതെങ്കിൽ ഹിജ്റ 11-ാം വർഷം സഫർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച ആ നാട്ടിൽ മദീനയിൽ ഒരു മരണം നടന്നു. പ്രിയപ്പെട്ട സ്വഹാബിയുടെ ഒരു മരണം നടന്നു. അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് ജനാസയെ അനുഗമിച്ച് ബഖീഇലേക്ക് പോകുന്നു. ആ ബഖീഇൽ പോയി ജനാസ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ട പ്രവാചകൻ 29-ാം തീയതി തിങ്കളാഴ്ചയാണ് ചരിത്രത്തിൽ വളരെ വ്യക്തമായി അവസാനം പ്രിയപ്പെട്ട പ്രവാചകന്റെ ഓരോ ദിവസത്തിലും നടന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ 29-ാം തീയതി തിങ്കളാഴ്ച ബഖീഇൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ മടങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് തലവേദന ആരംഭിക്കുന്നത്. അതായിരുന്നു പ്രിയപ്പെട്ട പ്രവാചകന്റെ വഫാത്തിലേക്കുള്ള വേദന, മരണകാരണത്തിന്റെ രോഗത്തിന്റെ തുടക്കം എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 29-ാം തീയതി മുതൽ റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസങ്ങളിൽ 11 ദിവസത്തോളം അല്ലാഹുവിന്റെ റസൂൽ രോഗിയായി കൊണ്ട് തന്നെ ജമാഅത്തിന് നേതൃത്വം നൽകിയെന്നും ഓരോ ദിവസവും അല്ലാഹുവിന്റെ റസൂല് ഓരോ ദിവസവും ഭാര്യമാർ വളരെ വേദനയാണ്, വളരെ രോഗിയാണെങ്കിൽ പോലും അവിടെയും പ്രിയപ്പെട്ട പ്രവാചകൻ നീതി പാലിച്ചിരുന്ന അവസാന നിമിഷങ്ങളിൽ പോലും എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാർക്ക് കൊടുക്കേണ്ട ആ ദിവസങ്ങളെ അവർക്ക് കൃത്യമായി വാഹിൽ വെച്ച് കൊടുക്കുകയും അതവരുടേതായ വീടുകളിൽ തന്നെ താമസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എന്നും ചോദിക്കുമെന്ന് ഹദീസിൽ കാണുന്നു, ലയതഹററു ഫീ മറദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗം ഇങ്ങനെ മൂർച്ഛിക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ചോദിക്കും, മൈന അനല്യോ, ഇന്നത്തെ ദിവസം ഞാൻ എവിടെയാണ്, ആരുടെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത്, അയിന അനവജ, നാളെ ഞാൻ എവിടെയായിരിക്കും, എവിടെയാണ് നാളെ ഞാൻ ഉണ്ടാവുക. ഭാര്യമാർക്ക് മുഴുവനും അറിയാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ചോദ്യം. ഭാര്യമാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും പരിചരിക്കാനുള്ള ആരോഗ്യമുള്ളത് ആയിഷയ്ക്കാണ്. മറ്റു എല്ലാ ഭാര്യമാരും റസൂലിനെക്കാളും അവശതകളുള്ള ഭാര്യമാരാണ് പലരും. അതുകൊണ്ട് തന്നെ കൃത്യമായി സംരക്ഷിക്കുവാനും തനിക്ക് വേണ്ടതെല്ലാം കൃത്യമായി ചെയ്തു തരുവാനുമുള്ള ആഫിയത്തുള്ളത് എന്റെ ആയിഷയ്ക്കാണ്. അതുകൊണ്ട് ആയിഷാന്റെ വീട്ടിലെന്നാണ് ഞാൻ എത്തുക എന്നതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ചോദ്യത്തിന്റെ പൊരുടെന്ന് മനസ്സിലാക്കിയ ഭാര്യമാരമ്മമാര് മഹാനായ റസൂലുള്ളാഹിനെ ആയിഷാന്റെ വീട്ടിലേക്ക് വിടുകയാണ് പൂർണ്ണ സമ്മതത്തോടുകൂടെ. പിന്നീടുള്ള ദിവസങ്ങളിൽ മഹാനായ ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും കൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നടുക്ക് നിർത്തി പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങള് ഫദ്ൽ ബിൻ അബ്ബാസിന്റെയും അലിയിന്റെയും രണ്ടുപേരുടെയും ചുമലിൽ കൈയിട്ടുകൊണ്ട് ആയിഷയുടെ വീട്ടിലേക്ക് പോകുകയും ശക്തമായ തലവേദന അതങ്ങനെ വർദ്ധിക്കുകയാണ്. അത് കാരണം റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ തലയിൽ ശക്തമായ ഒരു കെട്ട് വലിഞ്ഞു മുറുക്കിയിരുന്നുവെന്നും പ്രിയപ്പെട്ട പ്രവാചകന് നടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട്
ആ മണൽത്തരികളിലൂടെ പ്രിയപ്പെട്ട പ്രവാചകൻ നടന്നു നീങ്ങിയ മണൽത്തരികളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് നിലത്ത് വലിച്ചിയച്ചുകൊണ്ടാണ് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നു. ആയിഷ ഉമ്മയുടെ വീട്ടിലെത്തി അല്ലാഹുവിന്റെ റസൂലിനെ സൂറത്തുൽ മുഅമ്മിനാത്ത് സൂറത്തുകൾ ഓതി പ്രിയപ്പെട്ട അമ്മ ആയിഷ ഉമ്മ തടവി കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ കരങ്ങളെടുത്തുകൊണ്ട്, കാരണം ആയിഷ ഉമ്മക്കറിയാം എന്റെ ശരീരത്തിനേക്കാളും എന്റെ കയ്യിനേക്കാളും ബർക്കത്തുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയ ഉമ്മ മുഅമ്മിനാത്ത് സൂറത്തുകൾ ഓതി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യ് തന്നെ ഉപയോഗപ്പെടുത്തി ശരീരമാസകലം തടകി കൊടുത്തു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലാഹുവിന്റെ റസൂല് മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ച വന്നു. ആ ബുധനാഴ്ച വീണ്ടും തലക്ക് വളരെ ശക്തമായിരിക്കുന്ന വേദന കൂടുകയാണ്. അതേ പ്രിയപ്പെട്ട പ്രവാചകന് പനിയുണ്ടാകുകയാണ്. സ്വഹാബിമാരോട് ഉമ്മ ആയിഷയോടൊക്കെ പറയുന്നു, തലയ്ക്ക് മീതങ്ങനെ വെള്ളങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം ശരീരത്തിലൂടെ തലയുടെ മീതെങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. ആ സമയം മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പുള്ള ബുധനാഴ്ച അല്പം ആശ്വാസം ലഭിച്ചപ്പോ സ്വഹാബിമാരുടെ സഹായത്തോടുകൂടെ പള്ളിയിലേക്ക് പോകുന്നു. ആ പള്ളിയിലേക്ക് പോയി ജമാഅത്തിന് നേതൃത്വം കൊടുത്ത് ബുധനാഴ്ച മെമ്പറിൽ ഇരിക്കുകയാണ് റസൂലുള്ളാഹ്. എന്നിട്ട് മിമ്പറിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള റസൂലുള്ളാഹ് പറയുന്നു, ഇന്ന അബദൻ ഖയ്യറഹുല്ലാഹു ബൈന യുഅതിയഹു മിൻ സഹറത്തി ദുനിയാ മാ ശാഅ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. അല്ലാഹു തന്റെ ഒരു അടിമക്ക് ദുനിയാവിന്റെ വിഭവങ്ങൾ വേണോ, ദുനിയാവിന്റെ സന്തോഷങ്ങൾ വേണോ, അത് തിരഞ്ഞെടുക്കാനും അതല്ല റഹ്മാനായ റബ്ബിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളാണ് വേണ്ടതെങ്കിൽ അത് തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരു അനുവാദം അബദിന് നൽകി, അടിമക്ക് നൽകി. ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തുണ്ട്. ആർക്കുമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ഓരോ വാചകങ്ങളും ഒപ്പിയെടുത്ത് ഓരോ വാചകങ്ങളും മനസ്സിലാക്കിയ അബൂബക്കർ സദർക അബൂബക്കർ റസൂലുള്ളാഹിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ കരയുന്നു. വഖാല ഫദൈനാക ബിഅബാഇനാ വഉമ്മഹാതിനാ, ഞങ്ങളുടെ മാതാക്കളും ഞങ്ങളുടെ പിതാക്കളും ഒക്കെ അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് ഫിദയാണെന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമ്പോ മഹാനായ മഹാന്മാരാകുന്ന സ്വഹാബത്ത് പറയുന്നുണ്ട് പിന്നീട്, എന്തിനാ റസൂലുള്ളാഹിന്റെ ഈ വാക്ക് കേട്ടിട്ട് അബൂബക്കർ എന്തിനാ കരഞ്ഞത്? ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. ഞങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, അള്ളാന്റെ റസൂൽ ഈ വാക്ക് പറഞ്ഞതിന് വേണ്ടി നോക്കൂ, നമ്മുടെ ശൈഖായ അബൂബക്കർ കരയണത് എന്തിനാണ്? وكان رسول الله صلى الله عليه وسلم هو المخير وكان أبو بكر هو أعلمنا به. ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ആ വാചകം ദുനിയാവോ ആഖിറമോ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകിയപ്പോ ദുനിയാവ് വേണ്ടെന്ന് വെച്ച ആഖിറം മതി എന്ന് തീരുമാനിച്ചത് അല്ലാഹുവിന്റെ റസൂലാണെന്നും അത് മരണത്തിലേക്കുള്ള സൂചനയാണ്, റസൂലുള്ള പോകാനായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണെന്ന് ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മാത്രമാണെന്ന് പിന്നീട് സ്വഹാബികൾ ആ ചരിത്രം ഇങ്ങനെ അയവിറക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് തന്നെ സ്വഹാബിമാർക്ക് ധാരാളം ഉപദേശങ്ങൾ ആ ബുധനാഴ്ച നൽകുന്നു. ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഇഹലോക വിഭവങ്ങളുടെ വർധനവാണ്. നിങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ടാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ബറകാത്തുൽ അർള്, ദുനിയാവിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ദുനിയാവിന്റെ മാത്രം പിന്നാലെ പോകുന്നവരാകരുത് എന്ന് ഓർമ്മപ്പെടുത്തി. പ്രവാചകന്മാരുടെ ഖബറുകളെ നിങ്ങൾ സുജൂദിന്റെ കേന്ദ്രങ്ങളാകരുത് എന്ന് ഉപദേശിച്ചതാ ബുധനാഴ്ചയാണ്. അതേ പ്രകാരം അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. കാരണം മുൻഗാമികളാകുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബേ നിന്റെ ശാപമുണ്ടായത്, നിന്റെ കോപമുണ്ടായത്
അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കിയതിന്റെ പേരിലാണ്. അതുകൊണ്ട് എന്റെ ഖബറുകളെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. ബുധനാഴ്ച കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട പ്രവാചകന്റെ പിറ്റേ ദിവസം വന്നു. 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച. അന്നും ധാരാളം ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനമായത് ഏത് അവസ്ഥകൾ നിങ്ങൾക്ക് വന്നാലും മരണം ഒഴിവാക്കരുതേ എന്ന ഉപദേശമായിരുന്നു വ്യാഴാഴ്ച റസൂലുള്ളാഹി നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർജിച്ചു. ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് ആ ദിവസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഗ്രിബ് വരെ, വ്യാഴാഴ്ച മഗ്രിബ് വരെ അല്ലാഹുവിന്റെ റസൂൽ ജമാഅത്തിന് നേതൃത്വം കൊടുത്ത റസൂലുള്ളാഹിയാണ് മഗ്രിബ് വരെ. അങ്ങനെ ഇശാഇന്റെ സമയം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്ത് സ്വഹാബിമാർ പള്ളിയിൽ നിൽക്കുകയാ. ആരും ജമാഅത്ത് നിസ്കരിച്ചിട്ടില്ല. ഇശാ ബാങ്ക് കൊടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് ബോധം നഷ്ടപ്പെടുകയാണ്. ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്. ആ ബോധം വരുമ്പോഴൊക്കെയും റസൂലുള്ളാഹി ചോദിക്കുന്നത് ജനങ്ങളെ നിസ്കരിച്ചോ? ഈ ഒരു ചോദ്യമല്ലാതെ റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. ആ സമയത്തൊക്കെയും മഹദി ആയിഷ ഉമ്മ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ലാ ഹും യന്തദിറൂനക, റസൂലേ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലൂടെ അതേ പ്രകാരം തലയിലൂടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. നനഞ്ഞ തുണി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധം തെളിഞ്ഞു. പോകാൻ നോക്കിയപ്പോഴേക്ക് വീണ്ടും ബോധം പോയി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിക്കുകയും ആ വ്യാഴാഴ്ച ഇശാ മുതൽ ജമാഅത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. മരണപ്പെടുന്നത് തിങ്കളാഴ്ച, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. തൊട്ടു മുമ്പുള്ള ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്തവനെ പോലെ അവശനാകുന്നു. വല്ലാത്ത അവശത, എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. വേണ്ടത്ര കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ളുഹറിന്റെ സമയമായപ്പോ ചെറിയ ഒരു ആശ്വാസം ലഭിക്കുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും തോളിൽ കൈയിട്ട് പള്ളിയിലേക്ക് പോകുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് ളുഹർ നമസ്കാരം നിർവഹിക്കുകയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങള് മാറരുത് എന്ന് ആംഗ്യം കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുഭാഗത്തായി ഇരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരത്തിൽ പ്രിയപ്പെട്ട പ്രവാചകനെ തുടർന്ന് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്നുകൊണ്ട് മഹാന്മാരാകുന്ന സ്വഹാബത്തും ആ ശനിയാഴ്ച ളുഹർ നമസ്കാരം പൂർണ്ണമാക്കുന്നു. പിന്നീട് റസൂലുള്ളാഹിക്ക് ഒരിക്കൽ പോലും ആ പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട പ്രവാചകന്റെ അവസാനത്തെ നമസ്കാരമായിരുന്നു ആ പള്ളിയിൽ വെച്ച് എന്നും. പക്ഷേ ആ തലേ ദിവസം റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ആകെ 7 ദീനാർ മാത്രമാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ ആ 7 ദീനാറും ദാനം ചെയ്യാൻ പറയുന്നു. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വിളക്കില് എണ്ണയില്ല നബിയേ, കത്തിക്കാനുള്ള എണ്ണയില്ലെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട പ്രവാചകനതാ അയൽവാസിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് അന്നത്തെ രാത്രി വിളക്കിൽ എണ്ണ ഒഴിക്കാനുള്ള, അതേ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി എന്ന് കാണാം. തിങ്കളാഴ്ച സുബ്ഹി നമസ്കാരത്തിന്റെ സമയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കാരം നടക്കുകയാണ്. നടക്കുന്ന സമയം ഹദീസിൽ നമുക്ക് കാണാം. പറഞ്ഞു തരുന്നത് അനസ് ബിൻ മാലിക്കാണ്. അല്ലാഹുവിന്റെ റസൂല് ആ പള്ളിയുടെ തൊട്ടു മുമ്പിൽ മിഹ്റാബിന്റെ മുമ്പിലാണ് ആയിഷ ഉമ്മയുടെ വീട്. അവിടെ വെച്ചുകൊണ്ട് അന്നൽ മുസ്ലിമീന ബൈനഹും ഫീ സ്വലാത്തിൽ ഫജ്ർ മിൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ഞങ്ങൾ നിസ്കാരം നിർവഹിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള ഖദ് കശഫ സിത്ര ഹുജ്റത്തു ആയിഷ,
ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ചെറിയ വാതിലിൽ ഒരു കർട്ടനുണ്ട്. ആ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് സ്വഹാബത്ത് പറയാ ഫനവറ ഇലൈഹിം, അല്ലാഹുവിന്റെ റസൂൽ കർട്ടൻ മാറ്റിയിട്ട് ഞങ്ങളെ നോക്കി. ഫീ സുഫൂഫി സ്വലാ, ഞങ്ങൾ നിസ്കാരത്തിലാണ്. നോക്കുക മാത്രമല്ല, തുമ്മ സബസ്സമ യദ്ഹഖു, ഞങ്ങളെ നോക്കിയിട്ട് റസൂലുള്ള പുഞ്ചിരിച്ചു. ഞങ്ങളെ നോക്കിയിട്ട് റസൂലുള്ള വല്ലാത്തൊരു സന്തോഷത്തിന്റെ ചിരി ചിരിച്ചു. റസൂലുള്ളാഹിന്റെ ആ ചിരിയും ആഹ്ലാദവും കണ്ടപ്പോ ഫനകസ അബൂബക്കർ അലാ അഖബൈഹി യസില സഫ്, റസൂലുള്ളാഹിന്റെ രോഗമൊക്കെ മാറി എല്ലാം ഭേദപ്പെട്ട് റസൂലുള്ള വരികയാണെന്ന് വിചാരിച്ച് അബൂബക്കർ അതാ പിന്നോട്ട് മാറാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദാ യുരീദു അൻ യഖ്റുജ ഇല സ്വലാ, അല്ലാഹുവിന്റെ റസൂൽ വരും എന്നാണ് കരുതിയത്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ നിസ്കാരത്തിൽ ആ സന്തോഷം കാരണം, റസൂലുള്ളാഹിന്റെ ആ ചിരിയും ആ നൃത്തവും നോട്ടവും ഒക്കെ കാരണം മുസ്ലിമീങ്ങളെ നിസ്കാരം തന്നെ അങ്ങ് ഫസാദായി പോകുമോ എന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു. ആ സമയത്ത് കൈ കൊണ്ട് റസൂലുള്ള ആംഗ്യം കാണിക്കുകയാണ്, യതിമ്മു സ്വലാത്തകും, നിസ്കാരം പൂർണ്ണമാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ആ കർട്ടന്, ആ ആയിഷ ഉമ്മയുടെ വാതിൽ നിന്നുണ്ടായിരുന്ന വിരിപ്പ് ഞങ്ങളെ നോക്കി ചിരിച്ച് നിസ്കാരം പൂർണ്ണമാക്കാൻ പറഞ്ഞ് റസൂലുള്ള ആ കർട്ടൻ അങ്ങ് മാറ്റി, അതങ്ങ് ഇട്ടു. എന്നിട്ട് റസൂലുള്ള ഹുജറയിലേക്ക്, ആയിഷ ഉമ്മയുടെ റൂമിലേക്ക് പോയി. പിന്നീട് റസൂലുള്ളാഹിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നീട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചിട്ടില്ലെന്നോ ഞങ്ങൾ കണ്ടിട്ടില്ല. മരണ ദിവസം ആ തിങ്കളാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞ് മുഹാദയുടെ സമയമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് ധാരാളം സ്വകാര്യങ്ങൾ പറഞ്ഞത്, അതേ പ്രകാരം കരഞ്ഞത്, പിന്നീട് ചിരിച്ചത് എല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അത് മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ആ സമയം ഫാത്തിമ ബീവി തന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയെ വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, എന്റെ ആദ്യം പ്രിയപ്പെട്ട ഫാത്തിമ ബീവി കരഞ്ഞത്, ഫാത്തിമ ഞാൻ മരിക്കാൻ പോവുക മോളെ, ഞാൻ മരിക്കുകയാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിന്നോടൊപ്പം ഈ ഉപ്പയുണ്ടാവുകയില്ല എന്ന ആ വാർത്ത കേട്ടപ്പോഴാണ്, സ്വകാര്യം കേട്ടപ്പോഴാണ് ഫാത്തിമ ബീവി കരഞ്ഞതെന്നും. എന്നാൽ മോളെ എന്നാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നെ പിന്തുടർന്നു കൊണ്ടുവരിക നീയായിരിക്കും മോളെ എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി ചിരിച്ചു എന്നുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നു. ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ അലാ തർവീന അൻ തകൂനി സയ്യിദത്തി നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെണ്ണുങ്ങളിൽ വെച്ച് അവരുടെ നേതാവാണ് മോളെ, ഈ സമുദായത്തിലെ സ്ത്രീകളുടെ നേതാവിനിയാണ് എന്ന് ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഹസൈൻ ഹുസൈൻ തുടങ്ങിയ പേരക്കിടാങ്ങളോട്, ഭാര്യമാരോട്, ഓരോ സ്വഹാബികളെയും വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായ ഉപദേശങ്ങൾ നൽകി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത്, യാ ആയിഷ മാ അസാലു അജിദു അലമത്തു ആമില്ലതി അഖൽതു ബി ഖൈബറ, ഖൈബറിൽ നിന്ന് ഞാൻ അന്ന് ഭക്ഷിക്കുകയും ആ ജൂതപ്പെണ്ണ് തന്ന വിഷത്തിന്റെ ആ വിഷത്തിലൂട്ടിയ ഭക്ഷണം കഴിച്ചതിന്റെ കാരണത്താൽ വല്ലാത്ത വേദന എനിക്ക് വരുന്നു ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ പൊളയുന്നത് കണ്ട് ഫാത്തിമ ബീവി പ്രിയപ്പെട്ട ബാപ്പ താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞതും, മോളെ ഫാത്തിമ, ഇന്നത്തെ ദിവസം കഴിഞ്ഞ ബാപ്പാക്ക് വേദനയില്ല, ബാപ്പാന്റെ അവസാനത്തെ വേദനയാണെന്ന് പറഞ്ഞ് ഫാത്തിമ ബീവിയെ ആശ്വസിപ്പിച്ചതും ചരിത്രത്തിൽ കാണുന്നു. ആ വേദനകൾക്കിടയിൽ ആയിഷ ഉമ്മയുടെ മടിയിൽ കിടക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ വരുന്നു, ആ മിസ്വാക്ക് കാണുന്നു, പല്ല് തേക്കണോ എന്ന അഭിപ്രായം ചോദിക്കുന്നു. ആയിഷ ബീവി തന്റെ പല്ല് കൊണ്ട് ചതച്ചരച്ച് അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേച്ചു കൊടുത്തു. അവസാനം പ്രിയപ്പെട്ട പ്രവാചകൻ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹറിന്റെ തൊട്ട് മുമ്പ് പ്രിയപ്പെട്ട പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ഇന്നലിൽ
തന്റെ കൈ ആകാശത്തിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, മരണം നിസ്സാരല്ലോ, സഹിക്കാൻ കഴിയൂലട്ടോ, വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നതനായ കൂട്ടുകാരനിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ആ അവസാന സമയങ്ങളിൽ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയും വസിയ്യത്തുകളെയും ജീവിതത്തിൽ കൊണ്ടുവരുവാനോ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ലോകത്ത് നിന്ന് പോയെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ പോകേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടെ അഹങ്കാരം തൊട്ട് തീണ്ടാതെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയൊക്കെ വിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഞാൻ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. ഒന്നിലേക്കും ഞാൻ പോകുന്നില്ല. എല്ലാം നമുക്കറിയാം. ഇസ്ലാമിൽ ഒരാളും പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത, റസൂലുള്ള ചെയ്തിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമെന്ന് ആഘോഷിക്കുന്നവർ പോലും സമ്മതിക്കുന്നതാണ്. സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, തബഉ താബിഈങ്ങൾ ചെയ്തിട്ടില്ല. 300 വർഷത്തിന് ശേഷം ആരൊക്കെയോ ദീനിൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഇത്തരം ബിദ്അത്തുകളുടെ പിന്നാലെ പോകാതിരിക്കുക. നമ്മുടെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സമയമോ നമ്മുടെ മനസ്സുകൊണ്ടോ ഒരു ബിദ്അത്തുകളിൽ, ഈ ബിദ്അത്ത് എന്ന് മാത്രമല്ല ഒരു ബിദ്അത്തുകളിലും ഒരു നിലക്കും നമ്മൾ പങ്കാളികളാകാതിരിക്കുക. റസൂലുള്ളാഹിന്റെ ഈ മരണശേഷം 30 വർഷത്തോളം അവിടെ ഭരണം നടത്തിയത് ഖലീഫമാരാണ്. ഒരാളും ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് മരണപ്പെടുന്നത്. ആ ആയിഷ ഉമ്മ റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിന് എന്തെങ്കിലും ഒരു സുബ്ഹാനല്ലാഹെങ്കിലും അല്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീളെങ്കിലും കൂടുതൽ കൊടുത്തതായി ചരിത്രത്തിലില്ല. എന്നും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക, അതുപോലെ എല്ലാ ദിവസവും പ്രത്യേകമായ ഒരു ഇഷ്ടം ഏതെങ്കിലും ഒരു ദിവസത്തിലോ എന്തെങ്കിലും ആഘോഷങ്ങളോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുക. ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുക. യഥാർത്ഥ റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപോകുന്നു മാഫാത്തി നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا بمغفرتك وارحمنا برحمتك يا ارحم الراحمين.